ജാഫർ ഈ ഓഡിയൻസിനെ കണ്ടോ ഈ പ്രോഗ്രാമിന് വന്നേന്ന് തോന്നുന്നു. ജാഫറെ, താങ്കൾ പോയൊരു പ്രോഗ്രാമില് താങ്കളുടെ പ്രോഗ്രാം മുടക്കാനായിട്ട് ഒരു സംഘം കക്ഷികൾ വന്നെന്ന് പറഞ്ഞു. തവളകള് എന്റെ പ്രോഗ്രാം അല്ല, അല്ലയോ? ഞങ്ങളുടെ ട്രൂപ്പിന്റെ അബീക്കയുടെ പ്രോഗ്രാം. പിന്നെ? അയ്യോ, അബിയുടെ പ്രോഗ്രാം തവള മുടക്കി. അതൊരു വലിയ സംഭവം തന്നെയാണ്. കൊച്ചിൻ സാഗർ. ഓ, അത് ചെറിയ കാര്യമല്ലല്ലോ. ഈ തവളയൊക്കെ എന്തൊരു ബോധമുള്ള തവളയായി രാജ്യത്ത്, അല്ലേ? അതെ. ആ. ഈ കഥ പറയുമ്പോഴേ ആ. ഇപ്പൊ ഈ സാഗറില് അബീക്ക എന്ന് പറയുന്ന അദ്ദേഹവും ഷിയാസിക്കായും മരണപ്പെട്ടു. അവർ രണ്ടുപേരും ഇല്ല. ബാക്കി എല്ലാവരും ഈ കഥ കേൾക്കും. ഉണ്ട്. ഈ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കേൾക്കില്ലേ, അവര് കേക്കട്ടെ. കേൾക്കണം. അപ്പൊ കണ്ണൻ സാഗറൊക്കെ നമുക്ക് ഫേമസ് അല്ലേ? സാഗർ കണ്ണനൊക്കെ അങ്ങനെ നമ്മളെ പ്രോഗ്രാമിന് എത്തുന്നു. അങ്ങനെ മലപ്പുറത്ത് പ്രോഗ്രാമിനങ്ങ് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ശരിക്കും സൗണ്ട് സിസ്റ്റം ഒക്കെ ഓപ്പറേറ്റ് ചെയ്താണ് ഈ ട്രൂപ്പിൽ വരുന്നത്. അല്ല, അതൊക്കെ ആയിരുന്നു ആദ്യത്തെ പരിപാടി. എന്റെ ഇതും മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്നു. അല്ല, ഞാൻ മൈക്ക് ഓപ്പറേറ്ററിൽ ഉപരി ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വൈദ്യുതി ഒക്കെ ഇടുക്കിയിൽ പഠിച്ച. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഈ ഓപ്പറേഷൻ വലിയ മിക്സറൊക്കെ ഇല്ലേ, പിന്നെ ഞാൻ ട്രൂപ്പിൽ ഓപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും അറിയാൻ സാറേ, നമ്മുടെ പിള്ളേർക്കും അറിയാം, നസീറിന് അറിയാം. അപ്പൊ അങ്ങനെ ഈ പരിപാടി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു മഴയങ്ങ് പെയ്തു. പരിപാടി സ്ഥലത്ത് ചെന്നത് ചെറിയൊരു മഴ പെയ്തു. ആ മഴ പെട്ടെന്ന് അങ്ങോട്ട് ഒരു 10 മിനിറ്റ് അങ്ങ് പെയ്തിട്ട് നിന്നു. അപ്പൊ ഒരു പാടത്ത് ചുറ്റിങ്ങനെ തെങ്ങൊക്കെ വെച്ചിട്ട് ഒരു പാടത്ത് നല്ല സ്റ്റേജും മയങ്ങി ഒരു 5:05 ചെന്ന് ഈ മഴയങ്ങ് പെയ്തു. മഴ പെയ്തിട്ടിപ്പോ ചുമ്മാ ഈ സാധനമൊക്കെ കണ്ടത്തിൽ കൂടെ ഇങ്ങനെ പിടിച്ച് 2-3 പേര് പിടിച്ചല്ലേ മിക്സറൊക്കെ കൊണ്ടുപോണേ, അത് ഇറക്കിക്കൊണ്ട് പോകണ വഴിക്ക് ഒരു ശകലം വെള്ളം, ഒരു കണ്ണങ്കാലിൻ്റെ അവിടെ വരെ വെള്ളമായിട്ട് എല്ലാവരും പാൻറ് തീർത്ത് കയറ്റി. നിലത്ത് വെക്കത്തില്ല, വരമ്പേ കുത്തിയല്ല. എന്നിട്ട് പാൻറ് തീർത്ത് കയറ്റി നേരെ കൊണ്ടുപോയി അവിടെയൊക്കെ സ്റ്റാൻഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇത് സെറ്റ് ചെയ്തിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പരിപാടി തുടങ്ങാനായിട്ട് പോയി അബീക്ക കയറി സ്റ്റേജിൽ പ്രസംഗിക്കുവാണ്. ഞങ്ങളുടെ ഇത് സാധാരണ ഒരു മിംസ് പരേഡല്ല, ഇത് ഡ്രാമയാണ്, കോമഡി ഡ്രാമയാണ്. ഇതിന്റെ പേര് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഞാൻ ഓപ്പറേറ്ററായിട്ട് വേണം, ഞാൻ അഭിനേതായിട്ടല്ല. അടുത്ത ഡ്രാമയിൽ ഞാൻ മെയിൻ ഒരു വേഷം ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഈ വർഷം തന്നെ പിടിച്ചിട്ടേക്കുവാ, ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പൊ അബിയൊക്കെ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് ഒച്ച എവിടുന്നു, ഒരെണ്ണം കേട്ടുള്ളൂ. അത് എന്തിന്റെ ആണെന്നറിയാൻ പാടില്ല. പെട്ടെന്ന് ഈ അബിയൊക്കെ മയക്കൂട്ട് ഇങ്ങനെ നോക്കി എന്തോരം ഒച്ച കേട്ടു, മിണ്ടില്ല. പിന്നെ തുടർന്നു. അപ്പൊ പരിപാടി അങ്ങ് തുടങ്ങി. ഒരു പ്രൊജക്ടർ, ഞാനിവിടെ നിന്ന് വിടണം, പ്രൊജക്ടർ നോക്കി അത് അവതരണഗാനം അങ്ങ് തുടങ്ങി കഴിയുമ്പോൾ അബീക്ക അങ്ങ് വലിഞ്ഞു. ഇങ്ങനെ അവതരണഗാനം കഴിയാറായപ്പം ഈ പെട്ടെന്നൊരു മഴയും വന്നിട്ട് ഒരു 5-8 മിനിറ്റ് പെയ്തിട്ട് ഭയങ്കര തുള്ളിയിൽ ഈ മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്തങ്ങ് പോയി. അപ്പൊ ഒരു ഇച്ചിര വെള്ളത്തിന് ഏറ്റം ഉണ്ടായി. ആ സമയത്ത് അപ്പൊ അല്ല 7 മൈക്കാ സെറ്റ് ചെയ്ത ഡ്രാമയല്ലേ, ഷുവർ മൈക്ക് കേറുന്ന ഇവിടെ 2 സെന്റർ, പിന്നെ ക്വാർട്ടർ ഫോമിന്റെ അവിടെ ഒക്കെ നാടകമല്ലേ, നാടകം. ഒരു തവള അവിടെ നിന്ന് കരഞ്ഞ് ഇതൊക്കെ പിടിച്ചു വെച്ച് വലിയ സ്വരത്തിൽ വന്നു. കല പിലയായി. ഇത് മാക്കാൻ കാലം പറഞ്ഞു, ഈ തവളക്കാലം പറഞ്ഞു. ഈ പച്ച തവള മഞ്ഞച്ച് വരുമ്പം ഇവര് ഈ ബ്രീഡിങ് നടക്കണ എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സമയം ഊത്ത കയറി വന്ന ഈ കണ്ട സ്ഥലത്ത് മൊത്തം തവള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 കിലോ ഒരു തവള, ഭയങ്കര തവള അങ്ങോട്ട് കയറി കരച്ചിൽ തുടങ്ങി. പറഞ്ഞായി അങ്ങനെ കരഞ്ഞു ഒച്ചപ്പാട് പരിപാടി നിർത്തിയല്ലോ. സംഘാടകർ കയറി വന്ന് നിർത്ത, ഇതിന്റെ അമർച്ച നിർത്തിയിട്ട് നമുക്ക് തുടങ്ങാന്നും പറഞ്ഞ് നിന്നിട്ട് അമർച്ച നിർത്തണല്ലോ. തവളകളെല്ലാം നിശബ്ദരായിരിക്കണം അനൗൺസ് ചെയ്തു. തവള എല്ലാം കൂടെ കൂടി തരുണൊക്കെ ഉണ്ട് ഈ പരിപാടിക്ക്, തരുൺ അമേരിക്കയിലുള്ള. എല്ലാം സ്തംഭിച്ച്, ഒന്നാമതൊരു പരിപാടി കിട്ടുന്ന പറഞ്ഞാൽ 400 രൂപ ശമ്പളം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പരിപാടി സംഘാടകര് പെട്ടെന്ന് പറയും ഇത് നിർത്തൂല, മഴ പെയ്താ ഒരു പരിപാടി ക്യാൻസൽ, പകുതി പൈസ തരും. അല്ലെ, യഥാർത്ഥത്തിൽ ഈ ലോക ചരിത്രത്തിൽ സ്ഥാനം നേടി നിങ്ങൾ ക്ഷുദ്രജീവിയായിട്ട് കേരളം പ്രഖ്യാപിച്ചത്. ക്ഷുദ്രജീവികളുടെ ശല്യം മൂലം ഈ പരിപാടി മാറ്റി വെച്ചിരിക്കുന്നു അല്ലേ.